ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നു. യെസ്, അപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകളിൽ അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഓവറോൾ എനർജി എന്താണ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ലാസ്റ്റ് നമുക്ക് ഓവറോൾ എനർജി നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡിസ്കവറി ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഇവിടെ ഓരോ നിമിഷവും പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അധ്യായങ്ങളും പുതിയ പുതിയ പാഠങ്ങളാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സ്പിരിച്വാലിറ്റി ഉയർന്നു നിൽക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ സ്പിരിച്വാലിറ്റി ഉയർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതൊരു ചങ്ങല പോലെ ബന്ധിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്താ പറയുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും കുറേ കാലങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നും ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരം ശാപങ്ങള്, റിപ്പീറ്റ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതിൽ നിന്നുമൊക്കെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോളിനെയും ഹീല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ഷൻ വന്നിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഡിസ്കവറിയാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. കാരണം ഓരോ കാര്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും തോറും പുതിയ പുതിയ അറിവായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആശ്രയിച്ചതായിരിക്കാം. അല്ലെങ്കിൽ യാദൃശികമായിട്ട് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി അതൊരു കണക്ഷനിലേക്ക് പോയി. പക്ഷെ അത് യാതൊരു തരത്തിലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിലാണ് ആ ഒരു റിലേഷൻഷിപ്പിന്റെ പോക്കെന്ന് ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ തീർത്തും ഇതൊരു ഡിസ്കവറിയാണ്. അല്ലെങ്കിൽ ഇത് വളരെയധികം ഒരു എന്താ പറയുക, നമ്മൾ ഇങ്ങനെ വായിച്ചാലും വായിച്ചാലും തീരാത്ത അറിവുകൾ, അല്ലെങ്കിൽ ഇനിയും അറിവുകൾ ഒരുപാട് കിടക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു നീണ്ട അധ്യായമായിട്ട് കിടക്കുന്ന ഒരു കണക്ഷനും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ കുറിച്ചും. ആ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിൽ അന്നും ഇന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. അത് തീർത്തും ഒരു അത്ഭുതങ്ങളെ സൂചിപ്പിക്കുന്ന, ഒരു അത്ഭുതപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അത്ഭുതപരമായിട്ടുള്ള നേട്ടങ്ങൾ അത് നമുക്കിവിടെ കണ്ടിന്യൂഷ്യലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് മിറാക്കിൾസ് ഇതിനോടകം ഈ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ നിങ്ങൾ അറിഞ്ഞും കുറേയൊക്കെ നിങ്ങൾ അറിയാതെയും. അത് നിങ്ങളുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സന്റെ ലൈഫിലും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. വളരെ മിറാക്കിൾ ആയിട്ടുള്ള, അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹീലിംഗ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് വന്നതോടുകൂടി നിങ്ങൾക്ക് അതിലൊരു ഹീലിംഗ് കിട്ടിയിട്ടുണ്ടാകണം. അതുപോലെ ഈ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിലും ഈ പേഴ്സന് എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, പാരമ്പര്യം, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസികപരമായിട്ടുള്ള ഡിപ്രഷൻ കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഹീലിംഗ് ലഭിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അതിശയകരമായിട്ടുള്ള ഒരു മിറാക്കിളിന് തുല്യമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്.
ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും അകന്നു പോയാലും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും എന്നുള്ള ഉറച്ച ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട്. കാരണം ഈ വ്യക്തി അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചില്ലെങ്കിൽ പോലും മനസ്സ്, സോള് ഈ വ്യക്തിയോട് അത് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ വിട്ട് അകന്നു പോയത്? 7 of Cups ആണ്. മേക്ക് എ ചോയ്സ്, സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ഓർ ഓവർ അനലൈസിങ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം ഈ പേഴ്സൺ ഒരു പക്ഷേ ഉണ്ടായിരുന്നത്. ഈ ഡിമാൻഡിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മേ ബി പല കാര്യങ്ങളിലും ഈ പേഴ്സൺ കുറച്ച് എന്താ പറയാ, കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരം, അല്ലെങ്കിൽ സൗന്ദര്യം, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. ഒരു പക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഓവർ അനാലിസിസ് നടത്തിക്കൊണ്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓവർ അനാലിസിസ് നടത്തുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഓവറായിട്ട് അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പോൾ അത് നമുക്കിവിടെ തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില സമയങ്ങളിൽ ഒരു ഓപ്ഷൻ ആയിട്ട് വെച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സണ് വേണ്ടാത്ത രീതിയിലുള്ള അഡിക്ഷൻസ്, അത് ഒരു മോശ സ്വഭാവം. അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു മോശം തന്നെയാണല്ലോ. ദേഷ്യപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിംഗ് നേച്ചർ ഈ പേഴ്സണ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സ്പെഷ്യലാണ്, ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ പേഴ്സൺ അതിൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരം നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ടാകാം, അഹങ്കാരമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പോയാൽ എനിക്ക് വേറെ കിട്ടും, ബിക്കോസ് ഞാൻ എന്തോ വലിയ സ്പെഷ്യലാണ്, വലിയ സംഭവമാണ്, അത്തരം ഒരു മനോഭാവവും കൂടെ എന്താണ് ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എന്താ പറയാ, ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകിയിരുന്നില്ല. അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കണം. ഈ പേഴ്സണായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരാളുടെ മാത്രം ആവശ്യമായിട്ടാണ്. അപ്പോൾ അത് ദാറ്റ്സ് നോട്ട് ഫെയർ എന്നുള്ള ചിന്താഗതിയും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അതാണ് കൂടുതലും നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും കൂടിയായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ 3 of Keys ആണ്. അതായത് ഇത് ചെസ് ഗെയിം ആണ്. അപ്പൊ നമുക്കറിയാം ഒരു മത്സര ബുദ്ധി അല്ലെങ്കിൽ മത്സരപരമായിട്ടുള്ള ഒരു കാണിച്ചു കൂട്ടലുകൾ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ, അത് നമുക്കിവിടെ തീർത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവുക എന്നുള്ള ഒരു ചിന്താഗതി ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഈ വ്യക്തിക്ക് മറ്റാരോടൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യവുമായിട്ട് കാണിക്കുന്നു. മനസ്സിലായോ? അതായത് ഈ പേഴ്സന്റെ വീട്ടുകാരോടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കാം, വിശ്വാസമായിരിക്കാം, സംതിങ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു പക്ക ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരും. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫൈറ്റിംഗ് ടെൻഡൻസി അല്ലെങ്കിൽ ഫൈറ്റിംഗ് എനർജീസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപൂർണമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വോട്ടെവർ ഇറ്റ് ഈസ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ മാറ്റി നിർത്താൻ ഈ പേഴ്സൺ പലപ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആൻഡ് ഓൾസോ ദ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതും പലപ്പോഴും ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നിട്ടുണ്ടാകാം. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റമായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ പ്രയത്നിച്ച് കരകയറിയതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു. കാരണം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആണ്, പക്ഷെ ആ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർത്തും
എന്തൊക്കെയോ മേഖലകളിൽ ഈ വ്യക്തി എന്താണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ വ്യക്തി വെറുതെ ഇരിക്കുകയാണെന്നും അല്ലെങ്കിൽ ഈ വ്യക്തി ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെന്നും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്താണ്, ഈ പേഴ്സൺ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നല്ല രീതിക്ക് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ എന്താ പറയാ, ആ ഒരു കാര്യം വരുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഈ വ്യക്തിയെ കൊണ്ട് പറ്റും. അത് സ്വന്തമായിട്ട് സ്വാഭാവികമായിട്ടോ നാച്ചുറലി. ഓക്കെ. അപ്പൊ അതും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. റിഫ്ലക്ഷൻ ആണ്. ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം അത് പശ്ചാത്താപത്തോടെ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രീതിയിലും ഈ പേഴ്സൺ ഏതൊരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, പക്ഷെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങൾ കടന്നു കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു എനർജി അത് ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യം നമുക്കിവിടെ കൃത്യമായും കാണാൻ കഴിയുന്നു. ഓക്കെ. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു റിഫ്ലക്ഷൻ എനർജിയാണ്. അതായത് എവിടെ പോയാലും ഈ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അത് ചിലപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്ന ഒരു ഉടുപ്പായിരിക്കാം, ഒരു ഷർട്ടായിരിക്കാം, അല്ലെങ്കിൽ സാരി ആയിരിക്കാം. അതൊരു പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതായിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സിന്റെ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു റെഡ് സാരി ഉടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് അവന് ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട കളറാണ് റെഡ്, അവൻ സെലക്ട് ചെയ്ത സാരിയാണിത് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സണായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ മനസ്സിലൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ബിക്കോസ് ഈ പേഴ്സണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെ കാര്യം കൊണ്ടാണെങ്കിലും അവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥാനം അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ കുത്തി നിറക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? ആ ഒരു സ്ഥാനത്ത് വേറെ ആരെ കൊണ്ടുവന്നാലും ഇറ്റ് വാസ് ലൈക്ക് കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സിന്റെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ സീ യുവർ സീഡ്സ് ഗ്രോ എന്നാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്തൊക്കെയോ സ്റ്റാർട്ടപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ ഫോർമുലയോട് കൂടിയായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥന, അഫർമേഷൻ, സ്പെൽ വർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ, അത് ലവ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ഹീൽ ആവാനായിരിക്കാം, അല്ലെങ്കിൽ കോഡ് കട്ടിങ് ആയിരിക്കാം, പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നും നിങ്ങൾ വിമുക്തരായി വരുന്നതായിരിക്കാം. സംതിങ് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നതും ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെയോ അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ആ ഒരു വിത്ത്. ആ വിത്തിൽ നിന്നാണ് അത് അത് വളർന്ന് ഒരു ചെടിയാവുകയും പിന്നെ അത് മരമാവുകയും അത് നമുക്ക് ഗുണകരമായി മാറുകയും ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഒരു വളർന്ന് ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു ലെവലിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. ആൻഡ് ഓൾസോ അൺലീഷ് ദ വൈൽഡ് വിത്തിൻ ആണ്. ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യ സ്വഭാവം, വളരെ പെട്ടെന്ന് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുക, മൂഡ് സ്വിങ്സ് വരിക, ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് സ്ത്രീകളുടെ എനർജിയാണ് ഈ ഒരു കാർഡില്. അപ്പം സ്ത്രീകൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് സ്ത്രീകളെ ആയിരിക്കാം. സോ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന, അത് പല സാഹചര്യങ്ങൾ കൊണ്ടാകാം. ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം, ലൈഫ് സ്റ്റൈൽ മാറിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നാളിന്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട്ണറിന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളും ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫുൾ മൂൺ ഡേയിലൊക്കെയാണ്, പൂർണ്ണ ചന്ദ്രൻ പൗർണമി ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുന്നതും ട്രിഗേർഡ് ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ. അവരെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ലെവലിലേക്ക് കൊണ്ടുവരരുത്. ലെറ്റർ എം കിട്ടിയിട്ടുണ്ട്. ഇമ്മെച്യൂർഡ്, പക്വതയില്ലായ്മ കാണിക്കുന്നു. ലെറ്റർ ജി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കാണിക്കുന്നു. ഹെയർ സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. അക്കൗണ്ടന്റ് ആയിരിക്കാം. മാർച്ച് മാസം 28-ാം തീയതി ക്രൈയിങ്, ദെൻ വർക്ക് അഡിക്ഷൻ,
നമ്പർ 15 കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് മാജിക്, ലെറ്റർ എച്ച്, ഈഗോയിസ്റ്റിക് ക്യാരക്ടർ ആയിരിക്കാം, പേടി കാണിക്കുന്നു, 24-ാം തീയതി. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.